ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാതാകുമ്പോൾ ആളെ കൂട്ടി തല്ലുക എന്നൊരു പതിവുണ്ട് നാട്ടിൻപുറങ്ങളിൽ. ഏതാണ്ട് അതുപോലൊരു പ്രസ്താവനയാണ് ഇപ്പോൾ US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ നടത്തിയിരിക്കുന്നത്. ഇറാനെതിരായ സൈനിക യുദ്ധം മറ്റൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമെന്നും അമേരിക്കയുടെ സഖ്യകക്ഷി രാഷ്ട്രങ്ങൾ അതിന് അമേരിക്കയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് മൈക്ക് ജോൺസൺ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതോടെ ഇറാനെതിരായ സൈനിക നടപടി അവസാനിപ്പിക്കാൻ അമേരിക്ക ഇനിയും ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അമേരിക്കൻ സഖ്യകക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം രാഷ്ട്രങ്ങളെയാണ് എന്നത് മൈക്ക് ജോൺസൺ വ്യക്തമാക്കിയിട്ടില്ല. നാറ്റോ സേന കൂടി യുദ്ധത്തിലേക്ക് കടന്നു വരുമോ എന്നും പറയാനാകില്ല. നയതന്ത്ര സമാധാന ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ സൈനിക നടപടിയിലേക്ക് കടക്കുന്നു എന്ന സൂചന ജോൺസൺ നൽകുന്നത്. മാത്രമല്ല, ചർച്ചകളിൽ ഇറാനെ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നുകൂടി മൈക്ക് ജോൺസൺ പറയുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത അനുയായിയാണ് മൈക്ക് ജോൺസൺ. അതേസമയം ഇറാനെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധം എന്ന ഭീഷണിയുമായി നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപും. ഉപരോധങ്ങൾക്ക് ഭൂകമ്പ സമാനമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിൽ ഒരിക്കൽ പോലും അമേരിക്കയ്ക്ക് സൈനികമായി വിജയിക്കാനായില്ല എന്നത് വസ്തുത തന്നെയാണ്. ആ ഘട്ടത്തിലാണ് കൂടുതൽ സൈനിക നടപടി എന്ന സൂചനയുമായി US സ്പീക്കർ രംഗത്തെത്തുന്നത്. സഖ്യരാഷ്ട്രങ്ങൾ എന്നതുകൊണ്ട് നാറ്റോ രാജ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറാനുമായി ശത്രുതയുണ്ടെങ്കിൽ പോലും നാറ്റോയിൽ വീറ്റോ പവറുള്ള തുർക്കി അതിനെ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. US-ഉമായി സഹവർത്തിത്വത്തിൽ നിൽക്കുന്ന മറ്റു അറബ് രാഷ്ട്രങ്ങളെ കൂടെ കൂട്ടുമെന്നാണോ ഉദ്ദേശിച്ചതെന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇറാന്റെ തിരിച്ചടി ഭയന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ അതിന് തയ്യാറാകുമോ എന്ന കാര്യത്തിനും ഉറപ്പില്ല. അതുമല്ല, തുർക്കിയും സൗദിയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര സഖ്യത്തിൻ്റെ മക്ക ഉടമ്പടിയിലേക്ക് ഇറാനെ കൂടി ഉൾച്ചേർക്കാനുള്ള ഒരു ആലോചനകളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സൗദിയോ തുർക്കിയോ അത്തരമൊരു നീക്കത്തിന് പച്ചക്കൊടി കാട്ടുമെന്നും കരുതാനാകില്ല. മക്ക ഉടമ്പടിയെ തുടക്കത്തിൽ ഇറാൻ സ്വാഗതം ചെയ്തതിലും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ഇപ്പോഴും ഇറാനുള്ള ക്ഷണത്തെ ഇറാൻ തള്ളിപ്പറഞ്ഞിട്ടുമില്ല. പ്രാദേശിക സുരക്ഷയെക്കുറിച്ച് ഈ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായും ഇറാൻ അധികൃതർ പറയുന്നുമുണ്ട്. തുടക്കത്തിൽ തന്നെ പാമ്പിൻ്റെ തല ഞങ്ങൾ എടുത്തു, അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് മൈക്ക് ജോൺസൺ പറഞ്ഞത്. പാമ്പ് എന്ന് ജോൺസൺ ഉദ്ദേശിച്ചത് ഇറാൻ ഭരണകൂടത്തെയും പാമ്പിൻ്റെ തല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അയത്തുള്ള ഖമനേയി എന്ന രാഷ്ട്രതലവനെ വധിച്ചതുമാണെന്ന് വ്യക്തമാണ്. പക്ഷേ തലയെടുത്തിട്ടും ഭരണകൂടത്തെ വീഴ്ത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. 6 മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും സൈനിക നടപടിയിലൂടെ നേടിയെടുക്കുന്നതിൽ US പരാജയപ്പെടുകയാണുണ്ടായത്. അതുമാത്രമല്ല, സാമ്പത്തികമായും നയതന്ത്രപരമായും US കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയുമുണ്ടായി. രാഷ്ട്രീയ സമ്മർദ്ദവും US ഭരണകൂടത്തിനുമേൽ ഏറി വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൈനിക യുദ്ധം എന്നതിൽ നിന്ന് മാറി സാമ്പത്തിക യുദ്ധം എന്ന രീതിയിലേക്ക് US കളം മാറ്റി ചവിട്ടി വരുന്നത്. ഇറാനുമായി വ്യാപാരം തുടരുന്ന മൂന്നാം രാജ്യങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കാനും ഉപരോധ വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കാനുമാണ് അമേരിക്കയുടെ തീരുമാനം. ഇറാനുമായുള്ള സാമ്പത്തിക ഇടപെടൽ ഉഭയകക്ഷി US ഇറാൻ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് US-ന്റെ ഭീഷണി. ഉപരോധങ്ങൾ ഇറാന് പുത്തരിയല്ല. ഇതുവരെയായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ധാരാളം ഉപരോധങ്ങൾ പതിറ്റാണ്ടുകളായി ഏൽക്കേണ്ടി വന്നിട്ടുമുണ്ട്. അവയെല്ലാം ഇറാനെ ബാധിച്ചിട്ടുണ്ടെന്നും നിസ്സംശയം പറയാം. പണപ്പെരുപ്പം, കറൻസി മൂല്യ തകർച്ച, അന്താരാഷ്ട്ര വ്യാപാരത്തിലെ നിയന്ത്രണങ്ങൾ, വിദേശ ധനകാര്യ വിപണികളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ ഉപരോധങ്ങൾ കൊണ്ട് ഇറാൻ അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും ചെറുതായി കാണാനുമാകില്ല. പക്ഷേ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഇറാന് അത്ര പരിചിതമുള്ള ഒന്നല്ല. പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധങ്ങൾ ഇറാനെ ഒരർത്ഥത്തിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നിയന്ത്രണങ്ങൾക്ക് കീഴിൽ അവയോട് പൊരുത്തപ്പെട്ട് കഴിയുന്നതിനും ബദൽ വ്യാപാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ഒരു പരിധിവരെ സാമ്പത്തിക പ്രതിരോധശേഷി കെട്ടിപ്പടുക്കുന്നതിനും
അത് ഇറാനെ പ്രാപ്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ സൈനിക യുദ്ധം കൊണ്ട് സ്വന്തം താൽപ്പര്യങ്ങൾ അടിയറ വയ്ക്കാത്ത ഇറാനെ ഉപരോധങ്ങൾ കർശനമാക്കിയും ഇറാനുമായി കാര്യമായ സാമ്പത്തിക ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഭീഷണിയായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചും വരുതിക്ക് നിർത്താനാകുമോ എന്നാണ് അമേരിക്ക ആലോചിക്കുന്നത്. നിരന്തരമുണ്ടാക്കുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾ നിലപാട് പുനഃപരിശോധിക്കാൻ ഇറാനെ നിർബന്ധിതരാക്കുമെന്നും ഇതുവരെ നിരസിച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്ന അമേരിക്കയ്ക്ക് ഈ യുദ്ധം ഇത്തരത്തിൽ നീണ്ടുപോകുന്നത് ഗുണം ചെയ്യില്ലെന്ന് കരുതേണ്ടി വരും. യുദ്ധം നീളുന്നതിനനുസരിച്ച് അമേരിക്കയിലുണ്ടാകുന്ന ഇന്ധന വില വർധനവ്, വിലക്കയറ്റം, ഊർജ വിപണികളിലെ അനിശ്ചിതത്വം എന്നിവ ട്രംപ് ഭരണകൂടത്തിനും റിപ്പബ്ലിക്കൻസിനും രാഷ്ട്രീയമായി ഏറെ തിരിച്ചടിയുണ്ടാക്കും. ഇക്കാര്യം ഇറാനും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സമയവും ഒരു തന്ത്രമാണെന്ന് അവർ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഇറാന്റെ തന്ത്രം അമേരിക്കയെ സാമ്പത്തികമായി പരാജയപ്പെടുത്തുക എന്നതിനുമപ്പുറം ഏറ്റുമുട്ടലിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നതുവരെ സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്നതായിരിക്കും. പക്ഷേ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകും എന്നു തന്നെയാണ് മൈക്ക് ജോൺസൺ ഇപ്പോഴും പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം അതിനു മുൻപായി യുദ്ധത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്നും മൈക്ക് ജോൺസൺ പറയുന്നുണ്ട്.